ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ വീട്ടിൽ പഴയ ബോക്സ് സ്പീക്കറുകൾ ഉണ്ടാകും. ഉപയോഗശൂന്യമായ അത്തരം ബോക്സ് സ്പീക്കറുകളിൽ ഒരു MP3 ബോർഡ് ഫിക്സ് ചെയ്ത് പാട്ട് കേൾക്കാവുന്ന രീതിയിൽ മാറ്റിയാൽ എങ്ങനെ ഉണ്ടാകും? ഒപ്പം ഒരു ബാറ്ററി കൂടി ഫിക്സ് ചെയ്ത് ഔട്ട്ഡോറിന് കൂടി ഉപയോഗിക്കാവുന്ന രീതിയിൽ അതിനെ മാറ്റിയെടുത്താൽ സൂപ്പറാവില്ലേ? അത്തരമൊരു വീഡിയോസാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അത് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത് എന്ന് നോക്കാം. എൻ്റെ കയ്യിലുള്ള സ്പീക്കർ ഇതാണ്. ഇതൊരു സാധാരണ സൗണ്ട് സ്പീക്കർ മാത്രമാണ്. അതോടൊപ്പം വേണ്ടത് ഇതിലേക്ക് ഒരു MP3 ബോർഡാണ്. ഇതാണ് MP3 ബോർഡ്. ഇതിനകത്ത് എന്തൊക്കെയുള്ളതെന്ന് നമുക്ക് നോക്കാം. ഇതാണ് MP3 ബോർഡ്. ഇത് നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ ഫിക്സ് ചെയ്ത് കണക്ഷൻ കൊടുക്കാനുള്ളതാണ്. അതിനോടൊപ്പം ഇതിലൊരു റിമോട്ടും അടങ്ങിയിട്ടുണ്ട്. നമുക്ക് പാട്ടുകളൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടി ഇത് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഓഡിയോ ആംപ്ലിഫയർ ആണ്. കാരണം ഇതിൽ നിന്ന് വരുന്ന സൗണ്ട് വളരെ ചെറിയൊരു സൗണ്ടായിരിക്കും. ഇയർഫോൺ ഉപയോഗിച്ചാൽ നമുക്കത് കേൾക്കാൻ സാധിക്കും. എന്നാൽ ഈ ബോക്സിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി സൗണ്ട് നമുക്ക് ആവശ്യമുണ്ട്. അതിനുവേണ്ടി ചെറിയൊരു ഓഡിയോ ആംപ്ലിഫയർ ബോർഡ് നമുക്ക് ആവശ്യമുണ്ട്. ആ ബോർഡാണ് ഇത് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നില്ലെങ്കിൽ സെപ്പറേറ്റ് ഇമേജായി ഞാൻ ഇവിടെ അപ്ലോഡ് ചെയ്യാം. അതോടൊപ്പം ഇതിൻ്റെ കണക്ഷനുകളും ഞാൻ അവിടെ രേഖപ്പെടുത്താം. പിന്നെ ഔട്ട്ഡോർ വർക്ക് ചെയ്യാൻ ഇതിന് ഒരു ബാറ്ററി ആവശ്യമുണ്ട്. ഇത് 6 വോൾട്ട് ബാറ്ററിയാണ്. സാധാരണ എമർജൻസിയിൽ ലഭ്യമായ ഒരു ബാറ്ററിയാണ് ഇത്. അതോടൊപ്പം ഈ ഓഡിയോ ബോർഡും ഈ MP3 ബോർഡും വർക്ക് ചെയ്യുന്നത് 5 വോൾട്ടിലാണ്. ഈ ബാറ്ററിയിൽ നിന്ന് 6 വോൾട്ടാണ് നമുക്ക് ലഭിക്കുക. അപ്പോൾ 5 വോൾട്ടായി റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു റെഗുലേറ്റർ IC 7805 എന്നൊരു റെഗുലേറ്റർ IC നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് ഇത് ചാർജ് ചെയ്യാൻ വേണ്ടി ഒരു പിന്നും സോക്കറ്റുമാണ് ആവശ്യമുള്ളത്. അതോടൊപ്പം ഓൺ ഓഫ് ചെയ്യാൻ ഒരു സ്വിച്ചും നമുക്ക് ആവശ്യമുണ്ട്. ഇത്തരം സാധനങ്ങൾ മാത്രമാണ് നമുക്ക് ഇതിന് ആവശ്യമുള്ളത്. ഇതിനെല്ലാറ്റിനും കൂടി എത്ര രൂപയാണ് എനിക്ക് വന്നത് എന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ഈ 2 ബോക്സും ഇങ്ങനെ ചേർന്ന് ഇരിക്കുന്ന ഒരു സൗണ്ട് സിസ്റ്റമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം ഈ MP3 ബോർഡ് ഇവിടെ ഫിക്സ് ചെയ്യാം എന്ന് ഉദ്ദേശിക്കുന്നു. ഈ ബാറ്ററി ഈ ബോക്സിനകത്ത് കൊടുക്കണം എന്നാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കാദ്യം ഈ ബോർഡ് ഇതിൽ വളരെ മനോഹരമായി കട്ട് ചെയ്ത് ഫിക്സ് ചെയ്യാം. അതിനുവേണ്ടി നമുക്കിത് അഴിക്കാം. ഇതഴിച്ച് ഈ സ്പീക്കറിൻ്റെ ഉള്ളിൽ നമുക്കിവിടെ ബാറ്ററി ഫിക്സ് ചെയ്യാം. ബോർഡ് നമുക്കിവിടെ കട്ട് ചെയ്ത് ഇവിടെ വയ്ക്കാൻ കഴിയുന്നതാണ്. ഓക്കെ, നമുക്കാദ്യം ഇത് കട്ട് ചെയ്ത് ഈ ബോർഡ് ഇതിലേക്ക് ഫിക്സ് ചെയ്യാം. നമ്മൾ ഈ ബോർഡ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് കട്ട് ചെയ്ത ഭാഗത്തേക്ക് നമുക്ക് ഈ MP3 ബോർഡ് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ നമുക്കിത് ഫിക്സ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ബാക്ക് സൈഡും കറക്റ്റായിട്ട് സീറ്റിംഗ് ആയിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്യാൻ വളരെ ഈസി ആയിട്ടുള്ളൊരു ഐഡിയ ഉണ്ട്. ഈ MP3 ബോർഡിൽ ഇവിടെ 2 സ്ക്രൂ ഉണ്ട്. ഈ സ്ക്രൂ നമുക്ക് അഴിച്ചെടുക്കാം. അതിനുശേഷം ഈ ബോർഡ് മാറ്റി വെച്ചാൽ ഈ ഒരു പ്ലാസ്റ്റിക് കേസിൽ ഒരു ചെറിയൊരു പ്ലാസ്റ്റിക് ലോക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ ലോക്കിൻ്റെ അതേ അളവിൽ ഇതിൽ കട്ട് ചെയ്താൽ നമുക്ക് ഇത് അനായാസം ഫിക്സ് ചെയ്യാൻ സാധിക്കും. ഈ അളവിലേക്ക് ഇത് കറക്റ്റായി കട്ട് ചെയ്താൽ നമുക്ക് ഇത് ഈസിയായി ഫിക്സ് ചെയ്യാൻ സാധിക്കും. ഈ അളവാണ് നിങ്ങൾ ഇത് ഫിക്സ് ചെയ്യാൻ എടുക്കേണ്ടത്. ഓക്കെ, ഇത് കറക്റ്റായി ഫിക്സ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ 2 സ്ക്രൂവും നെട്ടും കൊടുത്ത് ഞാനിവിടെ ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിൽ ഈ പവർ സ്വിച്ച് കൂടി ഫിക്സ് ചെയ്യേണ്ടതുണ്ട്. നമുക്കിവിടെ കട്ട് ചെയ്ത് ഈ സ്വിച്ച് കൂടി ഫിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിൽ സ്വിച്ച് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ഇവിടെയും കട്ട് ചെയ്തിട്ടുണ്ട്. ഈ ബോർഡ് ഇതിൽ കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ കട്ട് ചെയ്തിട്ടുള്ളത്. മറ്റൊന്ന്, ഇതിന് അകത്തൊരു DC സോക്കറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിനുള്ളിൽ ഒരു ബാറ്ററി നമ്മൾ ഫിക്സ് ചെയ്യുന്നുണ്ട്. ആ ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു DC സോക്കറ്റ് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ഇത് രണ്ടും ഇങ്ങനെ ചേർത്ത് വെക്കാനാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ സ്പീക്കർ കണക്ഷൻ ഇതിൽ നിന്നുള്ള ഔട്ട്പുട്ട് ഈ സ്പീക്കറിലേക്ക് കൊടുക്കാൻ വേണ്ടി ഇവിടെ 2 ഹോളും ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ നമുക്കിതിങ്ങനെ ചേർത്ത് ഒട്ടിക്കാൻ സാധിക്കും. ഇനി നമുക്ക് ഈ MP3 ബോർഡ്, ഓഡിയോ ബോർഡ്, സ്പീക്കർ എന്നിവയെല്ലാം പരസ്പരം കണക്ട് ചെയ്യാം. ആ കണക്ട് ചെയ്യുന്നതിൻ്റെ ഒരു ഡീറ്റെയിൽ ഡയഗ്രാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനുശേഷം ഞാൻ ഇത് കണക്ട് ചെയ്തതിന് ശേഷം എങ്ങനെയാണ് കണക്ട് ചെയ്തത് എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം. നിങ്ങൾക്ക് ഇവിടെ ബാറ്ററി കാണാം. ഈ ബാറ്ററിയിൽ നിന്ന് 2 കണക്ഷനാണ് പുറത്തേക്ക് വരുന്നത്. ഒന്ന് റെഡും ഒന്ന് ബ്ലാക്കും. ബ്ലാക്ക് നെഗറ്റീവാണ്, റെഡാണ് പോസിറ്റീവ്. ഈ പോസിറ്റീവ് റെഡ് കണക്ഷൻ ആദ്യം ഒരു സ്വിച്ചിലേക്ക് പോകുന്നു. അതാണ് നമ്മുടെ ഓൺ ഓഫ് സ്വിച്ച്. അതിനുശേഷം ഇത് നേരെ റെഗുലേറ്റർ ICയിലേക്ക് പോകുന്നു. ഇവിടെ നിങ്ങൾക്ക് റെഗുലേറ്റർ ICയുടെ നമ്പർ 7805 ആണെന്ന് കാണാം. ഇവിടെ 1ാമത്തെ പിന്നാണ് ഇൻപുട്ട്, 2ാമത്തെ പിന്ന് നെഗറ്റീവ്, 3ാമത്തെ പിന്നാണ് ഔട്ട്പുട്ട്. ഈ 1ാമത്തെ പിന്നിൽ 7 മുതൽ ഒരു 12 വോൾട്ട് വരെ നൽകിയാലും 3ാമത്തെ പിന്നിൽ 5 വോൾട്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് ലഭിക്കും. അതാണ് ഈ റെഗുലേറ്റർ ICയുടെ പ്രത്യേകത. 1ാമത്തെ പിന്നിൽ 6 വോൾട്ട് കൊടുക്കുന്നു നമ്മൾ. അങ്ങനെ നമ്മൾ നൽകുമ്പോൾ 3ാമത്തെ പിന്നിൽ നമുക്ക് 5 വോൾട്ട് ലഭിക്കുന്നു. അതാണ് നീല കണക്ഷൻ. ആ നീല കണക്ഷൻ നേരെ പോകുന്നത് ഓഡിയോ ICയിലേക്കും അതുപോലെ നമ്മുടെ ബ്ലൂടൂത്ത് ബോർഡിലേക്കുമാണ്. ഇപ്പോൾ ബ്ലൂടൂത്ത് ബോർഡിലും ഓഡിയോ ബോർഡിലും 5 വോൾട്ട് സപ്ലൈ എത്തിയിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും ബ്ലൂടൂത്ത് ബോർഡ് വർക്ക് ചെയ്യും. ഇതിൽ നമ്മൾ മെമ്മറി കാർഡ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ നമുക്ക് മെമ്മറി കാർഡ് റീഡാവും. പെൻഡ്രൈവ് ആണ് ഇൻസേർട്ട് ചെയ്തിട്ടുള്ളത് എങ്കിൽ പെൻഡ്രൈവ് റീഡാവും.
അതേസമയം FM ആണ് നമ്മൾ അവസാനം ഉപയോഗിച്ചതെങ്കിൽ നമുക്ക് FM-ൻ്റെ ഔട്ട്പുട്ടായിരിക്കും ലഭിക്കുക. എന്ത് തന്നെയായാലും ആ ഔട്ട്പുട്ട് നമുക്കിവിടെ ഈ ഒരു പോയിന്റിലാണ് ലഭിക്കുക. ഇവിടെ നിന്ന് ലഭിക്കുന്ന ഈ ഔട്ട്പുട്ട് ഈ റോസ് കണക്ഷനിലൂടെ ഓഡിയോ ബോർഡിലേക്ക് എത്തുന്നു. ഈ ഓഡിയോ ബോർഡ് ഈ സൗണ്ട് ഒന്നുകൂടി ആംപ്ലിഫൈ ചെയ്ത് സ്പീക്കറിലേക്ക് നൽകുന്നു. ഇവിടെ 2 സ്പീക്കറുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ സ്പീക്കറിൽ ഔട്ട്പുട്ട് ലഭിക്കുകയും ചെയ്യുന്നു. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡയഗ്രമാണിത്. ഇലക്ട്രോണിക് ബേസിക് അറിയുന്ന ആളുകൾക്ക് ഇത് വളരെ നിസ്സാരമായിരിക്കും. ഇനി ഇലക്ട്രോണിക്സിൻ്റെ ബേസിക് അറിയണമെന്നില്ല, ഇതിൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരാൾക്കും ഇത് അനായാസം സെറ്റ് ചെയ്യാൻ സാധിക്കും. അതിന് നിങ്ങൾക്ക് സോൾഡറിങ് ചെയ്യാനുള്ള ഒരു ബേസിക് നോളേജ് മാത്രം മതി. യെസ്, നമ്മുടെ സ്പീക്കറിൻ്റെ വർക്ക് ഏറെക്കുറെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് 2 സ്പീക്കർ ഞാൻ ഗമ്മിട്ട് ഇവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു പിടിയും നൽകിയിട്ടുണ്ട്. ഇതിൽ നമുക്ക് അനായാസം ഇങ്ങനെ തൂക്കിയിട്ട് പുറത്തേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അതുപോലെ ഒരു റീചാർജ് ചെയ്യാനുള്ള ഒരു പോയിന്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഒപ്പം ഇതിനുള്ളിൽ ബാറ്ററിയും ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം കണക്ഷനും കൊടുത്തിട്ടുണ്ട്. കണക്ഷൻ കുറച്ച് മുൻപ് കാണിച്ച ഡയഗ്രത്തിലേതുപോലെ തന്നെയാണ് ഞാൻ നൽകിയിട്ടുള്ളത്. എന്തായാലും ആ കണക്ഷൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് നമ്മുടെ സ്പീക്കറിൻ്റെ ഫ്രണ്ട് പോർഷൻ. നമുക്കിത് ഇവിടെ അഴിക്കാം. ഈ സ്പീക്കറിന് ബാക്കിലായി ബാറ്ററി നൽകിയിട്ടുണ്ട്. നിങ്ങൾക്കത് കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ബാറ്ററിയിൽ നിന്നുള്ള കണക്ഷനാണ് ഈ 2 വയറുകൾ. ഇവിടെ നോക്കിയാൽ കാണാം, ഈ കണക്ഷൻ നേരെ പോകുന്നത് റെഗുലേറ്റർ ICയിലേക്കാണ്. ഇതാണ് റെഗുലേറ്റർ ICയുടെ 1ാമത്തെ പിന്ന്. ഇതിലേക്ക് 6 വോൾട്ട് ലഭിക്കുന്നു. അതോടൊപ്പം നെഗറ്റീവും ഇതിലേക്ക് എത്തുന്നു. ഇങ്ങനെ നൽകിയാൽ ഇവിടെ 5 വോൾട്ട് കോൺസ്റ്റൻ്റായി നമുക്ക് ലഭിക്കും. ഈ 5 വോൾട്ട് നേരെ സ്വിച്ചിലേക്ക് എത്തുന്നു. സ്വിച്ചിൽ നിന്നുള്ള കണക്ഷൻ നേരെ പെൻഡ്രൈവ് ബോർഡിലേക്കും അതോടൊപ്പം ഓഡിയോ ബോർഡിലേക്കും നൽകിയിരിക്കുന്നു. അതോടൊപ്പം ഓഡിയോ ബോർഡിലേക്കും പെൻഡ്രൈവ് ബോർഡിലേക്കും നെഗറ്റീവ് കണക്ഷൻ നൽകിയിട്ടുണ്ട്. അടുത്തതായി പെൻഡ്രൈവ് ബോർഡിൽ നിന്നുള്ള ഔട്ട്പുട്ട് കണക്ഷനാണ് ഈ 3 വയറുകൾ. ഈ ഓഡിയോ ഔട്ട്പുട്ട് നേരെ ഓഡിയോ ആംപ്ലിഫയറിലേക്ക് എത്തുന്നു. ഇവിടെ നിന്ന് ഈ IC ഇത് സൗണ്ട് ആംപ്ലിഫൈ ചെയ്ത് 2 സ്പീക്കറിലേക്ക് നൽകുന്നു. 2 സ്പീക്കറിലേക്കുള്ള കണക്ഷനാണ് ഒന്ന് ഇതും. അതോടൊപ്പം സ്പീക്കർ നാശമായി പോവാതിരിക്കാൻ ഇവിടെ ഒരു ക്ലോത്ത് ഗമ്മിട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഒപ്പം ബോക്സ് ഇവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം അനായാസം തൂക്കാനായി ഇവിടെ ഒരു ക്ലാമ്പ് നൽകിയിട്ടുണ്ട്. നമുക്ക് ഓൺ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം. ഈ ചെക്ക് ചെയ്യുമ്പോൾ ഉള്ള ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ കോപ്പിറൈറ്റ് ക്ലെയിം വരും പാട്ടുകൾ ഉപയോഗിച്ചാൽ. അതുകൊണ്ട് യൂട്യൂബിൻ്റെ 1-2 മ്യൂസിക്കാണ് ഞാൻ ഇതിൽ പ്ലേ ചെയ്യുന്നത്. നമുക്കാദ്യം ഈ സ്വിച്ച് ഓൺ ചെയ്യാം. Play by TF card. നമുക്ക് കുറച്ച് വോളിയം കൂട്ടി നോക്കാം. Power off. വളരെ മികച്ച രീതി ക്ലാരിറ്റി ആയിട്ട് നമുക്കിതിൽ പാട്ട് കേൾക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ മൈക്കിലൂടെ അത് എത്ര കണ്ട് ക്ലാരിറ്റി ആയിട്ട് കേൾക്കുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. എന്തായാലും വളരെ ക്ലാരിറ്റി ആയിട്ട് നമുക്കിതിൽ കേൾക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് നോക്കുകയാണെങ്കിൽ 1-2 ഗുണങ്ങൾ ഇതിനുണ്ട്, 1-2 ദോഷങ്ങളുമുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത് എടുത്തു പറയേണ്ട ഒരു ഗുണം എന്ന് പറയുന്നത് ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പാണ്. ഇതിൽ 6 വോൾട്ട് 4.5 ആംപിയർ ബാറ്ററിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് ഏകദേശം 30 വാട്ട് അവർ ഇതിൽ നിന്ന് നമുക്ക് പവർ ഔട്ട്പുട്ട് ലഭിക്കും. ഇത് ഏകദേശം ഒരു 7 വാട്ടോ അല്ലെങ്കിൽ ഒരു 5 വാട്ടോ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു 4 മണിക്കൂർ യാതൊരു പ്രോബ്ലവും ഇല്ലാതെ ബാറ്ററി ബാക്കപ്പ് നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ അഡ്വാൻറ്റേജ്. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് ഇതിൻ്റെ ഈ ഓഡിയോ ബോർഡ്. ഈ ഓഡിയോ ബോർഡിൽ നമുക്ക് മെമ്മറി കാർഡ്, പെൻഡ്രൈവ്, AUX ഇൻപുട്ട്, അതായത് കോഡ് വഴി നമുക്ക് ഇതിലേക്ക് AUX കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ബ്ലൂടൂത്ത്, FM ഇത്രയും ഔട്ട്പുട്ടുകളുണ്ട്. അതോടൊപ്പം എടുത്തു പറയേണ്ട ഒരു സവിശേഷത ഇതിൻ്റെ മെമ്മറി കാർഡ് ലാസ്റ്റ് സോങ് മെമ്മറി ഉണ്ട് എന്നുള്ളതാണ്. അതായത് 10-100 പാട്ടുള്ള ഒരു മെമ്മറി കാർഡ് നമ്മൾ ഇൻസേർട്ട് ചെയ്താൽ 10ാമത്തെ പാട്ട് കഴിഞ്ഞാൽ അതിനടുത്ത ദിവസം അത് 11ാമത്തെ പാട്ട് മുതൽക്കായിരിക്കും പാടുക. പല ലേറ്റസ്റ്റ് ഹോം തിയേറ്ററുകളിലും ബ്രാൻഡഡ് ഹോം തിയേറ്ററുകളിലും ലാസ്റ്റ് സോങ് മെമ്മറി ഇല്ല എന്നുള്ളത് കൊണ്ടാണ് ഞാനിവിടെ ഈ ഒരു പോയിന്റ് പ്രത്യേകം പറയുന്നത്. മറ്റൊന്ന്, ഇത് റിപ്പയറിങ് വളരെ ഈസിയാണ്. കാരണം ഇതിൻ്റെ പാർട്സുകൾക്കെല്ലാം വളരെ വില കുറവാണ്. ഇത് ഉണ്ടാക്കുവാൻ എനിക്ക് എൻ്റെ അടുത്ത് ബോക്സും ബാറ്ററിയും ഉള്ളത് കാരണം ഈ ബോർഡും സ്വിച്ച്, ഉള്ളിലെ ഓഡിയോ ബോർഡ്, ചാർജിങ് പിന്നുകൾ എന്നിവ മാത്രമാണ് എനിക്ക് ആവശ്യം വന്നത്. അതുകൊണ്ട് എനിക്കിത് ഒരു 200 രൂപ താഴെ മാത്രമേ വില വന്നിട്ടുള്ളൂ. എന്തായാലും നിങ്ങളിതെല്ലാം പുതിയത് വാങ്ങി സെറ്റ് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് പരമാവധി 700 രൂപയിൽ താഴെ മാത്രമേ വില വരികയുള്ളൂ. മറ്റൊന്ന് ഈ റിമോട്ടാണ്. ഈ റിമോട്ട് നമുക്ക് ഏത് പാട്ട് വേണിച്ചാലും അനായാസം സെലക്ട് ചെയ്യാൻ സാധിക്കും. അതായത് 100-110ാമത്തെ പാട്ടോ വേണമെങ്കിൽ നമുക്കിതിൽ
ആ ഡിജിറ്റ് ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇതിൽ ഓരോ പാർട്സിനും എന്ത് വിലയുണ്ട് എന്നുള്ളത് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം ഫസ്റ്റ് കമൻറ്റായി പിൻ ചെയ്യുകയും ചെയ്യാം. ഇനി ഇതിൻ്റെ ഡ്രോബാക്ക് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇതിൽ 6 വോൾട്ട് 4.5 ആംപിയർ ബാറ്ററിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് അത്യാവശ്യം വെയിറ്റ് ഉള്ളതാണ്. നമുക്കറിയാം ഒരു എമർജൻസിയുടെ ഉള്ളിലെ ബാറ്ററിയാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് കുറച്ച് വെയിറ്റ് ഉള്ള ഒരു സ്പീക്കർ സിസ്റ്റം ആയിരിക്കും ഇത്. അതുപോലെ ഇതിലെ ബാക്കിൽ ചാർജ് ചെയ്യാൻ ഒരു 12 വോൾട്ട് അഡാപ്റ്റർ നമ്മൾ സെപ്പറേറ്റ് വാങ്ങിക്കേണ്ടതുണ്ട്. നമ്മുടെ വീട്ടിലെ സൺ ഡയറക്റ്റിൻ്റെ അഡാപ്റ്റർ എല്ലാം ഇത് ചാർജ് ചെയ്യാം. എന്തായാലും 1 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ചാർജ് ആവുകയും ചെയ്യും. അപ്പോൾ ഇത്രമാത്രമാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ളത്. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാത്ത പഴയ സ്പീക്കർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതൊരു മ്യൂസിക് സിസ്റ്റം ആക്കി മാറ്റാൻ ഒരു ഇലക്ട്രോണിക്സിൻ്റെ ബേസിക് നോളജ് ഉള്ള ആൾക്ക് ഇതുകൊണ്ട് സാധിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും ഈ വീഡിയോയെ പറ്റി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ നമ്പറിൽ നിന്ന് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഉപകാരപ്രദമാകുമെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക. യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഇനേബിൾ ചെയ്താൽ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാമെന്ന പ്രതീക്ഷയോടെ ഞാൻ രാജേഷ്.